അതിൽ ഞാൻ ആകെ പേടിക്കാന്ന് പറഞ്ഞാല് വണ്ടിയില് വൈഫും കുട്ടിയുണ്ട്. അതാ ക്ലാസ് 2-3 എന്നല്ല, ഇതിനൊക്കെ യഥാർത്ഥ ലക്ഷ്യങ്ങളുണ്ട്. ഞാനൊന്നും വെറുതെ ചെയ്യലില്ല, എല്ലാ കാര്യവും ഒരുപാട് ചിന്തിച്ച് മനസ്സിലാക്കി. അപ്പൊ ഇനിയുള്ള പണി എന്താ വെച്ചാലേ, നമ്മൾ എങ്ങനെയാണോ ഇവിടെ വന്നത് അതേപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് പോകണം. ഇവനിത് വെറുതെ സമയം കളയുന്നത്, അല്ലെങ്കിൽ ഇവന് ഭ്രാന്താണ്, അങ്ങനെ പറഞ്ഞോലും ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ മൂത്തത് കാറുകൾ എടുത്ത് ഉപയോഗിക്കുന്ന ആളുകൾക്കും നല്ല രീതിയിൽ നല്ല വണ്ടി എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ വണ്ടി. അതേപോലെ ഈ ലോറി ഡ്രൈവർമാരൊക്കെ സമ്മതിക്കണം. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദ് റൂട്ടിലാണ്, ഹൈവേയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഏകദേശം 500 കിലോമീറ്റർ ഹൈദരാബാദ് ഓടാണ്ട്. ഇപ്പം ഏകദേശം നാട്ടിൽ നിന്ന് പോന്നിട്ട് 381 കിലോമീറ്ററാണ് നമ്മൾ ഓടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏകദേശം 9 മണിയായി. ഇനി നമ്മൾ നേരെ ഹൈദരാബാദ് പിടിക്കാൻ പോവാണ്. അടിപൊളി ഹൈവേ ആണ്, കുഴപ്പമൊന്നുമില്ല, വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇനി ഹൈദരാബാദ് എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഇന്ന് ഏകദേശം നമ്മൾ ടാർഗറ്റ് അറിയുന്നത് 800 കിലോമീറ്റർ ഓടണം. ഡൽഹിയിൽ നിന്ന് ഒക്കെ വാഹനങ്ങൾ ഹൈവേയിൽ ഓടി വരുമ്പോൾ അധികം മെയിൻ ഗ്ലാസും പൊട്ടുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാരണമാണ് ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നത്. അതുകൊണ്ടപ്പോൾ നമ്മൾ ഈ ലോറിയിൽ പോണ സാധനം കണ്ടോ, കല്ല്, അതൊന്ന് ചാടിക്കഴിഞ്ഞാൽ ഇത് ഈ അടിയിൽ ഈ ലൈൻ ഉണ്ടോ, ഈ ലൈനിൽ പോലും ആ കല്ലുകൾ അങ്ങനെ നിൽക്കുകയാണ്. അത് റോട്ടിൽ ചാടിക്കഴിഞ്ഞാൽ വണ്ടികൾ പോവുക ഒരു 100-120 സ്പീഡിലാണ് വണ്ടി പോവുക. അപ്പോൾ ആ കല്ല് വന്ന് അടിക്കണ ഫോഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര കാരം. അപ്പോൾ അത്രയും സ്പീഡിൽ വന്ന കല്ലടിക്കുമ്പോൾ മെയിൻ ഗ്ലാസ് പെട്ടെന്ന് പൊട്ടിപ്പോവും. അതാണ് മെയിൻ ഗ്ലാസ് സ്ക്രാച്ച് ആവാല്ലേ ഒരു പ്രധാന കാരണം. അപ്പോൾ ഈ ലോറി ഇതിൽ പോവുകയാണെങ്കിലും ഇവിടെ കല്ല് ചാടിയാലും ചിലപ്പോൾ അപ്പുറത്തെ ട്രാക്കിൽ പോണ വണ്ടിയിൽ പോലും അടിച്ച് മെയിൻ ഗ്ലാസ് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് മെയിൻ ഗ്ലാസ് പൊട്ടാനുള്ള കാരണം. അതായത് ചെറിയ കല്ല് മതി, ഒരു തരി പൊടിക്കല്ല് സ്പീഡിൽ വന്നാലും നമ്മുടെ ഗ്ലാസ്സുകൾ പൊട്ടും. ഈ ഗ്ലാസ്സുകൾ പൊട്ടുന്നത് മാത്രമല്ല, ഈ ബൈക്കിലൊക്കെ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണത്. ഡേഞ്ചർ പരിപാടിയാണ് ആ പോണത്. അദ്ദേഹം പതുക്കെ പോണോണ്ട് കുഴപ്പമില്ല, ഒന്ന് സ്പീഡ് പോയി ഒരു ഹമ്പ് ചാടിയ കുറച്ച് കല്ല് റോട്ടിലുണ്ടാവും. അങ്ങനെ നമ്മൾ ഹൈദരാബാദ് ഹൈവേയിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ 19 കിലോമീറ്റർ കഴിയുമ്പോഴും പ്രകൃതിയുടെ രൂപങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ കണ്ടുകൾ കുറേ പാറക്കല്ലുകൾ, മലകൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഫുള്ള് പാറക്കൂട്ടങ്ങൾ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല, അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. നല്ല റോഡ്, അടിപൊളി റോഡ്. ഹൈവേയിൽ വലിയൊരു ബുദ്ധിമുട്ടാട്ടത്. അതായത് റൈറ്റ് സൈഡിലാണ് ഇപ്പോൾ സ്പീഡ് ട്രാക്ക്. സ്പീഡ് ട്രാക്കിലും ലോറികൾ സ്ലോ ആയി പോവും, സ്ലോ ട്രാക്കിലും ലോറികൾ സ്ലോ ആയി പോവും. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കിടന്ന് ഇങ്ങനെ കളിക്കണം, ഗെയിം കളിക്കണം പോലെ. ഇതുണ്ടോ, അപ്പോൾ ആ വണ്ടി ഇപ്പം മുന്നിൽ പോണ ലോറി സ്ലോ ട്രാക്കിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ഈ സ്പീഡ് ട്രാക്ക് പോണ ആൾക്കാർക്ക് നല്ല അടിപൊളിയായിട്ട് പോവാം. ഇനിയിപ്പോൾ ലെഫ്റ്റ് എടുത്ത് നമ്മൾ കയറുമ്പോൾ ഇനിയിപ്പോൾ ആ എത്തിയോസ് പോണ സ്ഥലത്തും ഒരു ലോറിയാണ് സ്ലോ ട്രാക്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ പോകും. അപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണത്. ഇനി ലോറി ഡ്രൈവർമാർക്ക് അറിയാഞ്ഞിട്ടാണോ, പക്ഷെ ഒരുപാട് നല്ല ഡ്രൈവർമാരുണ്ട് കേട്ടോ ലോറിക്കാർ. അവർ ഈ സ്ലോ ട്രാക്കിൽ തന്നെ പോവുള്ളൂ. ചില ആളുകളുണ്ട് ചിലപ്പോൾ 2 ട്രാക്കിലും ലോറിയെ കാരം. അപ്പോൾ ഈ ഇത്രയും ഹൈവേ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്പീഡിൽ പോകേണ്ട ആൾക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ലോറി ഉണ്ടോ, അതൊക്കെ സ്ലോ ട്രാക്കിലാണ് പോണത്. ലോറികൾ തന്നെ സ്പീഡ് ട്രാക്കിൽ സ്പീഡ് പോണ ലോറികളുണ്ട്, പക്ഷെ അതൊക്കെ എത്രയേ സ്ലോ ആയിട്ടാണ് ആ വണ്ടി പോണത്. ജസ്റ്റ് ഒന്ന് പങ്കുവെച്ചു എന്നുള്ളൂ. ഇതെന്നപ്പോൾ ആ ലോറി അതിന് എത്ര കല്ലാണ് റോട്ടിൽ ചാടണെന്നോ, ചാടി തെറിക്കണുണ്ടോ, ചെറിയ തരി കല്ലുകൾ. അയ്യോ, നമ്മളെ വണ്ടിമക്കാണ് ഈ വരുന്നത്. ഇതാണ് വലിയ പ്രശ്നം. പിന്നെ അതേപോലെ തന്നെ ഈ ലോറികളെ ടയറുമ്മ കല്ല് കുടുങ്ങും. പിന്നെ ആ ടയർ സ്പീഡിൽ കറങ്ങി പോകുമ്പോൾ ആ ടയറിൻ്റെ ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നിന്നൊരു കല്ല് വരാൻ നമുക്ക് വേഗം കയറി പോവാം. ലെഫ്റ്റ് അടിച്ച് കണ്ടോ, കല്ലുകൾ ചാടിക്കൊണ്ടേയിരിക്കണം. അയ്യോ, അതാ ഗ്ലാസ് 2-3 മണിക്കല്ല് ഗ്ലാസ് നമുക്ക് വന്നു. ആ ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട്, അത്രയും സ്പീഡിലല്ലാത്തതുകൊണ്ട് പൊട്ടിയില്ല. എന്താണ് പോലൊക്കെ അവസ്ഥ. ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെയല്ല ചെറിയ ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം അടിപൊളിയാണ്. വേണ്ട, ആ ലോറിയൊക്കെ സ്ലോ ട്രാക്കിലാണ് പോണേ. അടിപൊളി റോഡാട്ടോ, ഒരു രക്ഷയില്ല. ഹൈവേ ഇതുണ്ടോ, തിരക്കില്ലാത്ത റോഡ്, നമുക്ക് എങ്ങനെ ഓടിച്ചു പോവാം. പിന്നെ നമ്മളെ ചെറുക്കൻ്റെ പ്രത്യേകത പറഞ്ഞാലേ ടിപ്പു പ്രാഡോ അടിപൊളിയാണ്. ഇപ്പോൾ 120 സ്പീഡിലാണ് പോണത്. വണ്ടി അനങ്ങൂല. വണ്ടിക്ക് ഇത്ര ഹൈവേകളാണ് വേണ്ടത്. കുലുങ്ങാതെ പോകുന്നുണ്ട്. 120-ലാണെങ്കിലും 140-ലാണെങ്കിലും അടിപൊളിയാണ്.
പിന്നെ അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്നു കേട്ടോ. അത് പിന്നെ 4 സിലിണ്ടർ വണ്ടിയാണ്, ഹാഫ് ടാങ്ക് എണ്ണപ്പോഴും ഉണ്ട്, നമ്മൾ ഫുൾ ടാങ്ക് ആക്കി പോകുന്നതാണ്. ഇപ്പം ഏകദേശം നാട് വിട്ടിട്ട് 500 കിലോമീറ്റർ ഓടി നമ്മൾ. എന്താ റോഡ് നോക്കുകയാണ് നിങ്ങൾ, റോഡിലൊരു ഭംഗി ചൊറുക്ക് അടിപൊളി കാലി റോഡും. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര സ്പീഡിലാണെങ്കിലും വണ്ടി ചവിട്ടാം, വണ്ടി കുലുങ്ങൂല. നമ്മളൊരു മീഡിയം റേഞ്ചിലാണ് പോരുന്നത്, ഒരു 100 സ്പീഡ് മാക്സിമം ആ റേഞ്ചിലാണ് പോരുന്നത്. ഇപ്പോൾ കണ്ടോ 140ലാണ് വണ്ടി, ഇപ്പോൾ 140 കയറി, വണ്ടിക്കൊരു കുലുക്കമല്ല. സംഭവം 150ലാണെങ്കിലും 160ലാണെങ്കിലും ഒക്കെ വണ്ടി അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു പമ്പിൽ കയറിയിട്ടാണുള്ളത്. എണ്ണ ഹാഫ് ടാങ്കാണ്. ഇനിയിപ്പോൾ ഹൈവേയിലേ ഒന്നും പാടെ ഫുൾ ടാങ്ക് ആക്കിയിടാന്ന് കരുതി. ഫുൾ ടാങ്ക് കണ്ടില്ലെങ്കിൽ ഒരു കോൺഫിഡൻറ്റ് കമ്മിയാണ്. അപ്പോൾ എണ്ണ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഉറങ്ങുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ഗ്യാസ് സ്റ്റൗ ഉണ്ട്. അപ്പോൾ ഏകദേശം സമയം ഇപ്പോൾ 12 മണിയായി. അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കിയാലോ എന്ന് കരുതുന്നുണ്ട്, എന്താവുന്നൊന്ന് നോക്കാം നമുക്ക്. അങ്ങനെ നമ്മളെ ഈ പമ്പിൽ നിന്ന് ഡീസലൊക്കെ അടിച്ചു. അപ്പോൾ അവരോട് ഫുഡ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ചോദിച്ചപ്പോൾ ഈ ഒരു മരത്തിൻ്റെ താഴെ കണ്ട ഇവിടെ ഇരിപ്പിടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ സൈഡാക്കിയിട്ട് ഫുഡ് ഉണ്ടാക്കിക്കോളിന്ന് പറഞ്ഞ് പമ്പത്തെ മാനേജർ ഇവിടെ വന്ന് ഈ കടക്കാരോടൊക്കെ പറഞ്ഞ് ഫുള്ള് സെറ്റാക്കി തന്നു. അങ്ങനെ നമ്മൾ ഇനി ഫുഡിനുള്ള പരിപാടി തുടങ്ങാൻ പോവാണ്. അതായത് ഫുഡ് ഏകദേശമൊക്കെ വണ്ടിയിലുണ്ട്, ഇനി ചോറ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പും ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റും എന്നൊന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മൾ വീണ്ടും ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ടുണ്ട്. വണ്ടി ഗ്ലാസ് കാത്തി ഓടാത്തതുകൊണ്ട് ഉള്ളൊക്കെ അതേ വൃത്തിയിൽ തന്നെ ഉണ്ട്, പൊടിയൊന്നും കയറാതെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. എനിക്ക് കൊണ്ട് ഇത്രയും 550 കിലോമീറ്റർ ഓടിയിട്ട് പോലും വണ്ടിയിലൊരു ചളി പോലും ആയിട്ടില്ല. പൊടി ഉണ്ടെന്നുള്ളൂ, കാരണം മഴക്കാലം അല്ലാത്തതുകൊണ്ടാണ്. ഇതാണ്ട വണ്ടി ഇപ്പോഴും നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീനിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മളെ ടിപ്പു കുട്ടൻ അടിപൊളിയാണ്. ടിപ്പുവിൻ്റെ പേരാണ് ഞങ്ങൾ. അപ്പോൾ നമുക്ക് ഫുഡിനുള്ള പരിപാടി ചെയ്യാം. ഫുഡിന് പരിപാടി ചെയ്യുമ്പോൾ ഇവിടെ കണ്ട ഞങ്ങൾ, അതായത് ഗ്യാസ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ്ട സ്റ്റൗ ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ഇവിടെ നമ്മൾ കടക്കാൻ വേണ്ടിയിട്ടേ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ട് അന്നേരം നല്ല സൗകര്യം. അപ്പോൾ കിടക്കുമ്പോൾ ഈ ഒക്കെ സാധനങ്ങളൊക്കെ നമ്മളെ ലാപ്ടോപ്പ് ബാഗ് കാര്യങ്ങളൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഫ്രണ്ടിലേക്ക് വെക്കും. അപ്പോൾ ഇനി ഞാൻ നോക്കട്ടെ എന്താ പരിപാടി. കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. റൈസ് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ അടിപൊളി ബീഫ് ഉമ്മ വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞ് ഉണക്കി പൊരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ബീഫ് ഒരു 4-5 ദിവസത്തിന് കേടുണ്ടാവില്ല. പിന്നെ ഇത് ചിക്കനാണ്, ചിക്കൻ ഇതും അതേപോലെ പൊരിച്ചതാണ്. പക്ഷേ ഇത് 2 ദിവസമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ചിക്കനും ഉണ്ട്. ഇതാണോ ചിക്കനും ഉണ്ട് നമ്മളെടുത്ത്. പിന്നെ ഇത് പയറുപ്പേരി, പക്ഷേ ഇത് കംപ്ലൈൻറ്റ് കഴിക്കണമെന്ന് നോക്കണം, കാരണം ഇത് ഇന്നലെ ഉപയോഗിക്കണം. പക്ഷേ ചോറ് ഇന്നലെ ഉമ്മ കൊടുത്തയച്ച ചോറ് ഇന്നലെ രാത്രി കഴിച്ചു. പിന്നെ ഇതാണ് തേങ്ങാ ചമ്മന്തി. ഇത് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ വെള്ളം കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ്. പിന്നെ ഒരു വാഴക്കൊലയൊക്കെ വീട്ടിൽ നിന്ന് കൊടുത്തിരുന്നു. ഇതൊക്കെ ഓല് സെറ്റപ്പ് ആക്കിയ കേട്ടോ. ഇതാണ് നമ്മളെ അടുപ്പ്, ഗ്യാസ് അടുപ്പ്. അപ്പോൾ ഇത് കത്തിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ കാണിക്കാം. കണ്ടോ ജസ്റ്റ് സീറ്റ് ഒന്ന് ഇപ്പോൾ മേലേക്ക് ഫോൾഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കൊടുക്കുക അവിടെ ഉണ്ട്. ഓംലേറ്റ് അടിക്കാനുള്ള മുട്ട ഉണ്ടോ, മുട്ട കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഓരോ സാധനങ്ങളാണ്. ഇത് എന്തൊക്കെയാണ് ഇവർ പാക്കാക്കിയാണ്. ഞാൻ കുറേ പാക്കാക്കിയാണ്. ബക്കറ്റ് ഉണ്ട് വെള്ളം കൊണ്ടുവരാൻ. ബക്കറ്റും പാട്ടൊക്കെ ഉണ്ട്, അത് നമുക്ക് വെള്ളം കൊണ്ടുവരാൻ ഉപയോഗിക്കാം. ഇത് എടുത്തേക്കാം. പിന്നെ എന്തായാലും അടിപൊളി കുക്ക് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇതേപോലെ വന്ന് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താവും എന്തൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. അതേപോലെ ഇവിടെ ഇതിലെന്താ നോട്ടെ, ഇതിൽ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പഞ്ചസാര, ചായപ്പൊടി. അതേപോലെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇതിൻ്റെ അടിയിൽ കുറച്ച് പാത്രങ്ങളും ചട്ടിയും പാത്രവും കത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചോറുണ്ടാക്കാം, അതാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാലേ, തണുത്ത വെള്ളം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇത് പിന്നെ ഫ്ലാസ്ക് നല്ല ചൂടുവെള്ളമാക്കി വെച്ചാൽ 2 ദിവസം അതിൽ ആ ചൂട് നിൽക്കും. പിന്നെ ഇതിവിടെ ഇത് ഫ്രൂട്ട്സാണ്. അപ്പോൾ ഇതിനുള്ളിൽ നല്ല തണുത്ത വെള്ളം ഉണ്ടാവും, കണ്ടോ തണുത്ത് കിടക്കണ്. നമുക്ക് ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചോറുണ്ടാക്കാല്ലേ, ഇതും ഫ്ലാസ്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറുണ്ടാക്കാല്ലേ സെറ്റപ്പ് ചെയ്യാം. നല്ലൊരു തണലും നമുക്ക് സ്ഥലം കിട്ടി. ഇതുണ്ടോ ഈ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള കറക്റ്റ് ഒരു സെറ്റപ്പും വണ്ടി നിൽക്കണുണ്ടോ. അപ്പോൾ നമുക്ക് എല്ലാ സൗകര്യം കിട്ടി, എല്ലാ കാര്യങ്ങളും പമ്പിൻ്റെ മാനേജർമാരാണ് നമുക്ക് റെഡിയാക്കി തന്നത്. അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ നോക്കാം. ഇനി പറ്റാവുന്ന രീതിയിലൊക്കെ നിങ്ങളെ കാണിക്കാം. വാഴക്കൊല ചേച്ചി കൊടുത്തു, അവർക്ക് സന്തോഷമായിരിക്കണം. ഇവിടെ വന്നിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ എന്താ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേ വാഴക്കൊല നമ്മൾ ഓൽക്ക് കൊടുത്തു. അവരുടെ വീട് തന്നെ അവിടെ തന്നെ ഉണ്ട് തോന്നുന്നുണ്ട്.
നമ്മൾ അരി കഴുകൽ കഴിഞ്ഞു. ഇതുണ്ടോ അരി കഴുകി വെച്ചു. ഇവിടെ അടുപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടോ അടുപ്പ് ഇവിടെ കത്തിക്കൊണ്ടിരിക്കണ്. എന്താ ഈ വെയിലും കാറ്റും ഉണ്ടായോണ്ടേ കണ്ടോ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അരി ഇടാം. ഇവിടുന്ന് ഇങ്ങോട്ടാണ് കാറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ബാക്കിൽ കൊടുന്ന് മരത്തിൻ്റെ ബാക്കിൽ കൊടുന്ന് വെച്ചു. അപ്പോൾ ഇവ തിളക്കാൻ തുടങ്ങിയാലോ. പിന്നെ നമുക്ക് ചോറ് വന്നു കഴിഞ്ഞാൽ കൂട്ടാൻ നമ്മളെടുത്തുണ്ട്. ഇനി അവിടെ നമ്മളെ ബായിക്ക് ചെറിയൊരു കച്ചവടം കൊടുക്കാം. അങ്ങനെ നമ്മുടെ എന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ കടയിൽ ഒരു ഓംലേറ്റ് ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കച്ചവടം കിട്ടട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളിത് കൂട്ടാനൊക്കെ റെഡി ആട്ടോ. പയറുപ്പേരി ഉണ്ട്, ചമ്മന്തി ഉണ്ട്, ബീഫുണ്ട്, അച്ചാറും ഉണ്ടായിരുന്നല്ലോ. പിന്നെ വണ്ടിയിൽ തന്നെ കൊണ്ടുനടക്കാൻ പറ്റിയ ചെയർ ഉണ്ട് കേട്ടോ നമ്മളിത്. അതുകൊണ്ട് നമുക്ക് ഉഷാറായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഇതാണ് അച്ചാറ്, മീറ്റ് പിക്കിൾ, അതേപോലെ ഫിഷ് പിക്കിളും ഉണ്ട്. ഇതുണ്ടോ ഫിഷും. അപ്പോൾ ഇനി അരി വെന്തുക്കണോ നോക്കാം. ഇല്ല, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അടിപൊളിയായിട്ടൊരു ഓംലേറ്റ് ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പോൾ ഈ ഓംലേറ്റും കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കാം. ഇപ്പം ഇവിടെ നമ്മളെ ഒരു അമ്മച്ചി വന്നിട്ടുണ്ട് കേട്ടോ അല്ലേ. ഈ റൈസ് ഇവിടെ ഇല്ലാന്നാ പറയണേ. ആ ആ ഒന്നും മനസ്സിലായില്ല. തെലുങ്ക് ആ കൊഞ്ചം. മലയാളം, ഹിന്ദി, ഹിന്ദി, ഇംഗ്ലീഷ്. नो गाना क्या है आपका? चपाती, डोसा, इडली, वड़ा. हाँ ये दुकान आपका है? ये दुकान ओ हाँ हाँ ऑमलेट. हाँ हाँ इधर है. हाँ ശരി. അവരെ നമ്മളോട് കുക്ക് ചെയ്യുന്നുണ്ട്. എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി വന്നതാ. നമ്മൾ അരി വെന്തുകൊണ്ടിരിക്കണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതാണ് ഞങ്ങൾ ബീഫ് പൊരിച്ചത്, ചിക്കന്, തേങ്ങാ ചമ്മന്തി, പയറുപ്പേരി, മീനച്ചാറ്, ബീഫ് അച്ചാറ്, ഓംലേറ്റ്. ഇതിലും വലിയ ആഡംബര ഫുഡ് ഇനി ഇവിടുന്ന. അതും അടിപൊളി കാലാവസ്ഥയിൽ ഹൈവേൻ്റെ സൈഡിലിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ. നമ്മൾ ഈ കസാലയിൽ ഇരിക്കും. അയവ എന്നിട്ട് ഇങ്ങനെ എടുക്കും, കഴിക്കും. ചോറിപ്പോൾ ചൂട് ചോറ്. നമ്മളെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള പണി എന്താ വെച്ചാൽ നമ്മളെങ്ങനെയാണോ ഇവിടെ വന്നത് അതേപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് പോകണം. വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. ഒക്കെ ക്ലീനാക്കി നമ്മളെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി അവിടെ അതിനുള്ള സൗകര്യമൊക്കെ അവർ ചെയ്തു തന്നു. അവിടെ ക്ലീൻ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി വീണ്ടും വാഹനത്തിലോട്ട് ഇതൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം നമ്മളെല്ലാ ഫുഡ് കഴിക്കലും കഴിഞ്ഞു. അതേപോലെ തന്നെ വൃത്തിയാക്കി ഇനി നമ്മൾ പോകാൻ പോവാണ്. നമ്മളെ സാധനങ്ങളൊക്കെ ലഗേജൊക്കെ കയറ്റി ഇനി നമുക്ക് നേരെ യാത്ര തിരിക്കാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വീണ്ടും ഹൈവേയിൽ കയറി വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കാണിക്കുന്നത് സ്ട്രൈറ്റ് 268 കിലോമീറ്റർ പോയിട്ടാണ് നമുക്ക് തിരിയാൻ കാണിക്കുന്നത്. അപ്പോൾ ഇനി അത്രയും 250 കിലോമീറ്റർ നമുക്ക് ഈ ഹൈവേയിൽ തന്നെ പിടിച്ചാൽ മതി. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ്. അവിടുത്തെ പിന്നെ ആളുകളൊക്കെ നല്ല ആളുകൾ, എല്ലാ സഹായങ്ങളൊക്കെ ചെയ്തു തന്നു. അപ്പോൾ നമുക്ക് നേരെ ഹൈദരാബാദിലോട്ട് പിടിക്കാം. അങ്ങനെ ഇപ്പോൾ ഏകദേശം നമ്മളെ ഹൈദരാബാദ് എത്താനായി. ഹൈദരാബാദിക്ക് ഇനി ഏകദേശം ഒരു 150 കിലോമീറ്റർ ആണ് ഏകദേശം കാണുന്നത്. ഇപ്പോൾ ഏകദേശം സമയം 4 മണിയായി. അപ്പോൾ ഇന്ന് ഒരു 9-10 മണി വരെ ഡ്രൈവ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ എവിടുക്കാ പോണ്, എന്താ സംഭവം എന്നൊന്നും അതിൽ വിശദീകരിച്ചിട്ടുണ്ടായില്ല. പിന്നെ ഞാൻ അങ്ങനെ പോകുന്ന ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്നുമില്ല, ഡൽഹി വരെയാണ് യാത്ര പോകുന്നത്. അതായത് ഒരുപാട് കാലമായിട്ട് എനിക്ക് പറ്റാത്തൊരു കേസായിരുന്നു.
ഞാൻ പോക്കുണ്ട്, ചെറിയ ചെറിയ യാത്രകളൊക്കെ പോകുന്നല്ലാതെ ഒരു 10-50 കിലോമീറ്ററൊക്കെ ഒറ്റയ്ക്ക് പോകുന്നല്ലാതെ അതും ഭയങ്കര മടുപ്പിലാ പോക്ക്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയൂല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി അതായത് ഭക്ഷണം കഴിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ലാതെ നമുക്ക് ബിസിനസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്കൊന്നും ഒറ്റയ്ക്ക് യാതൊരു ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ യാത്ര ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു, ഡ്രൈവ് ചെയ്യാനൊക്കെ. നമുക്ക് ചെറുപ്പത്തിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ മടി, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ കഴിയാതിരിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു വഴിക്ക് പോകാൻ കഴിയാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നാട്ടിൽ നിന്ന് വണ്ടി എടുത്ത് ഡൽഹി വരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഓടിച്ചു പോകുമ്പോൾ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതേപോലെ മനസ്സിന് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് നമ്മൾ പൂർത്തിയാക്കി തിരിച്ചെത്തി കഴിഞ്ഞാൽ അതോടുകൂടി അത്രയും കാലം ഉണ്ടായിരുന്ന എല്ലാവിധ ടെൻഷനും അവിടെ തീരും. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. നമ്മളെ ബാക്കോട്ട് പിടിച്ചു വലിക്കുന്ന സംഭവങ്ങളല്ലേ, അതൊന്ന് ഒഴിവാക്കുക. പിന്നെ ഒറ്റക്കാവുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. കാശ്മീർ ഞാൻ പോയിട്ടുണ്ട്, അതേപോലെ ഡൽഹിയിൽ നിന്ന് 3 പ്രാവശ്യം വണ്ടി ഓടിച്ച് റോഡ് മാർഗം നാട്ടിലേക്ക് പോന്നിട്ടുണ്ട്. അതൊന്നും ഒറ്റക്കല്ല, സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പോരുമ്പോഴും ഞങ്ങൾ റൂം എടുക്കും, ഹോട്ടൽ റൂമുകൾ എടുക്കും. ഫുഡൊക്കെ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചിരുന്നത്. അപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെയുള്ള നമ്മൾ സഞ്ചരിക്കണോ യാത്ര ചെയ്യണമൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കുമ്പോൾ നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള എല്ലാ സെറ്റപ്പും വണ്ടിയിൽ കരുതി നമ്മൾ ചെറുതായിട്ട് കുക്ക് ചെയ്ത് നമ്മൾ തന്നെ ഭക്ഷണം കഴിച്ച് ഇതാണ്ട ഈ കാണുന്ന ബാക്കിൽ രാത്രി കിടന്നുറങ്ങി, അതായത് റൂം എടുക്കാതെ നമ്മൾ കിടന്നുറങ്ങിയിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക വൈബാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വയറ്റിങ്ങൾ കണ്ടു ഡ്രഗ്സിനെതിരെ, അതായത് വിജയികളാരും ഡ്രഗ്സ് ഉപയോഗിക്കൂല, ഹെൽത്ത് ഡ്രഗ്സ് നശിപ്പിക്കും, ഒരുപാട് കുടുംബജീവിതങ്ങൾ ഡ്രഗ്സിനെ നശിപ്പിക്കും. അപ്പോൾ എല്ലാവരും ഓരോ ലഹരി കണ്ടെത്താണ്, അതിലൊക്കെയാണ് ഓരോരുത്തർ ആനന്ദം കണ്ടെത്തുന്നത്. ശരിക്കും ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഒറ്റയ്ക്കായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, ഫാമിലിയോടൊപ്പം ആയിക്കോട്ടെ, യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ലഹരിയുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു, ഇപ്പോൾ ഏകദേശം 696 കിലോമീറ്ററായി. ഈ ഒരു യാത്രേൻ്റെ ഇടയിൽ ഈ സമയം വരെ എനിക്ക് മടുപ്പ് അനുഭവപ്പെട്ടിട്ടില്ല. മടുപ്പ് അനുഭവപ്പെട്ടാൽ ഞാൻ തിരിക്കും. കാരണം എൻ്റെ ക്യാരക്ടറായിരുന്നു, എനിക്കൊരു മടുപ്പ് വന്നാൽ ഞാൻ അപ്പം അത് അവസാനിപ്പിക്കും. പക്ഷേ ഈ നിമിഷം വരെ എനിക്ക് മടുപ്പ് വന്നിട്ടില്ല. പക്ഷെ ഈ യാത്രയിൽ ആ മടുപ്പ് വന്നാൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ലക്ഷ്യം. രാത്രിക്കില്ല ചോറും കൂട്ടാനും സംഭവങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. അപ്പോൾ രാത്രിക്കത്തെ ഫുഡുമായി. അപ്പോൾ ഹോട്ടൽ ഫുഡും ഇല്ല, റൂമും ഇല്ല, ഓൺലി യാത്ര. വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യണു, വണ്ടി ഓടിക്കണു. നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത്, കെയർഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ വണ്ടി സൈഡാക്കുന്നു, വണ്ടിയിൽ കടന്നിറങ്ങണം. ഇന്നലത്തെ ഉറക്കം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഉറക്കം കിട്ടി. വണ്ടി നമുക്ക് നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലത്ത്, നല്ല പെട്രോൾ പമ്പുകൾ ഉണ്ടാവും. ഇപ്പോൾ ഈ ഹൈവേയിലൊക്കെ ഞാൻ കാണാൻ കഴിഞ്ഞത് ഒരുപാട് പെട്രോൾ പമ്പുകളുണ്ട്. അതായത് ജിയോൻ്റെ ഉണ്ട്, പിന്നെ അതേപോലെ നയാറിൻ്റെ പെട്രോൾ പമ്പ് ഉണ്ട്, അതേപോലെ ഇന്ത്യൻ ഓയിൽ, HP-ൻ്റെ ഒക്കെ നല്ല പുതിയ പമ്പുകളുണ്ട്. അതിലെല്ലാ സൗകര്യമുണ്ട്. ശരിക്കും ആണെങ്കിൽ കടന്നിറങ്ങാനുള്ള റൂം വരെ പമ്പിൽ സൗകര്യമില്ല പമ്പുകളുണ്ട്. കുളിക്കാനുള്ള സൗകര്യം, ബാത്റൂം സൗകര്യം, കാര്യങ്ങൾ എല്ലാ സൗകര്യമുണ്ട്. ഇപ്പം ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് നയാര പമ്പിൽ നിന്നാണ് ഡീസൽ അടിച്ചത്. അപ്പോൾ ഫുൾ ടാങ്ക് എണ്ണയൊക്കെ അടിച്ചിട്ട് അവരോട് ഞാൻ ചോദിച്ചു ഇവിടെ കുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ എന്ന്. അപ്പോൾ അവർ തന്നെ തൊട്ടപ്പുറത്ത് പമ്പിൽ നമ്മൾ ഗ്യാസിൽ അടുപ്പിൽ കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര സേഫ് അല്ല. അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു മരത്തിൻ്റെ ചോട്ടിൽ നല്ല ഇരിപ്പിടൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് അവരെന്നെ സൗകര്യം ചെയ്തു തന്നു. അപ്പോൾ അത്തരം സൗകര്യങ്ങളൊക്കെ ഉള്ള പമ്പുകളുണ്ട്. അപ്പോൾ ആ പമ്പിലൊക്കെ വണ്ടി സൈഡാക്കാം, നമുക്ക് സുഖമായിട്ട് കടന്നുറങ്ങാം, രാവിലെ എണീച്ച് ബാത്റൂമിൽ പോവാം, കുളിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാം. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസിലും ലാഭിക്കാം. പിന്നെ ഇതേപോലത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ടാവും, ഇങ്ങനെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ റൂം എടുക്കാതെയും ഫുഡ് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കാതൊക്കെ പോന്നാലും ഇതിന് നല്ല ചിലവുണ്ട്. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഡൽഹി പോയി വരുമ്പോഴത്തേന് എന്തായാലും ഒരു 10-50,000 രൂപേൻ്റെ ഡീസൽ എന്തായാലും വരും. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ വണ്ടിയിൽ ഇപ്പോൾ ഇത് പോരാൻ വേണ്ടിയിട്ട് ഞാനൊരു 1.5 ലക്ഷം രൂപ, 1.5ൻ്റെ മേലെ എൻ്റെ അഭിപ്രായത്തിൽ അപ്രോക്സിമേറ്റ് ഒരു 2 ലക്ഷം രൂപേൻ്റെ അടുത്ത് ഈ വണ്ടിമേ നമ്മൾ ഈ യാത്രക്കായിട്ട് ചിലവാക്കി. കുറേ സാധനങ്ങളും എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഇങ്ങനെ പോയാലും എക്സ്പെൻസ് ഉണ്ട്. പക്ഷെ നമ്മളൊരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിൽ ചെയ്യാന്നുള്ളൂ. ഇപ്പോൾ റൂം എടുക്കണമെങ്കിൽ നമുക്ക് റൂം എടുക്കാം, അതേപോലെ പിന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കാം. ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ അല്ലേ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ വയറ് പെട്ടെന്ന് നാശമാവും. കാരണം ഫുള്ള് ഈ ധാബകളാണ്. ധാബകളിലെ ഫുഡ് ചിലപ്പോൾ പഴയ ഫുഡ് ഉണ്ടാവും, എണ്ണ, അതേപോലെ ഇവരെ ഫുഡ് നമുക്ക് കറക്റ്റായിട്ട് പിടിക്കൂല, വയറിന് പിടിക്കൂല. പിന്നെ ഈ ചപ്പാത്തി, റൊട്ടി സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാവുക. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ യാത്ര പോരുമ്പോഴേ
ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് കരുതിയാൽ ചെറിയ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഈ വീഡിയോ എടുക്കണതന്നെ എന്തിനാ വെച്ചാൽ നമുക്കൊരു ഓർമ്മക്കും കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്ക് കാണുമ്പോൾ രസത്തിനൊക്കെ പാടാൻ വേണ്ടിയിട്ടാണ് വ്ളോഗ്. അതായത് യൂട്യൂബ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊരു യാത്ര, അങ്ങനത്തെ യാത്ര ഒന്നും അല്ല. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ ടീമിനൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നല്ല അടിപൊളി വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോവാം. നമ്മളെ അനുഭവങ്ങൾ ഈ യാത്രയിൽ കാണുന്ന എക്സ്പീരിയൻസ് ഒക്കെ ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ പോണത് 2010 മോഡൽ ലാൻഡ് ക്രൂയിസർ പ്രാഡോയുമായിട്ടാണ് പോണത്. അപ്പോൾ ഇത്രയും പഴയ വണ്ടിയായിട്ട് ഇത്രയും ലോങ്, അതും ഒറ്റക്ക് നിൽക്കാതെ ഓടിച്ചു പോകാനുള്ള കോൺഫിഡൻറ്റ് എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ, അതായത് ഇപ്പോൾ നമുക്കറിയാം ഓരോ വണ്ടി, ഇപ്പോൾ പഴയ വണ്ടികളിൽ ഒരുപാട് ഐറ്റം വണ്ടികളുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ മാരുതി 800 ആയിക്കോട്ടെ, മാരുതി അൾട്ടോ ആയിക്കോട്ടെ. ഇപ്പോൾ ഇനി 2010 അൾട്ടോ കൊണ്ടുവാണെങ്കിലും നമുക്ക് ഇത്ര ലോങ് ഒക്കെ ഓടിച്ചു പോരാൻ പറ്റും. ആ വണ്ടിൻ്റെ മെക്കാനിക്കൽ ഭാഗം എങ്ങനെയുണ്ട്, കണ്ടീഷൻ എങ്ങനെയുണ്ട്, സർവീസ് ചെയ്ത് വണ്ടി ക്വാളിറ്റിയുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ദൂരം യാത്ര ചെയ്യണേനും പഴയ വാഹനങ്ങളായിട്ടാണെങ്കിലും കുഴപ്പമില്ല. നമ്മളൊരു യൂസ്ഡ് കാർ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്, യൂസ്ഡ് സെഗ്മെൻറ്റ് ഡീൽ ചെയ്യുന്ന ഒരാളാണ്, യൂസ്ഡ് കാറുകൾ ഡീൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ യാത്രകൾ ഇത്തരം വാഹനങ്ങളൊക്കെ കൊണ്ടൊക്കെ ആകുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ്. ഇത് ഇപ്പോൾ ഒരു ലാൻഡ് ക്രൂയിസർ, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയൊരു ലാൻഡ് ക്രൂയിസർ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 കോടിൻ്റെ മുകളിൽ വില വരും, 2-2.5 കോടി രൂപ വില വരും. ലാൻഡ് ക്രൂയിസർ പ്രാഡോ എടുക്കണമെങ്കിലും 1.5 to 1.25 കോടി രൂപയോളം ഈ വണ്ടിക്കും പുതിയ വണ്ടിക്ക് വില വരുന്നുണ്ട്. പിന്നെ ഈ 2010, 11, 12 കാലഘട്ടത്തിൽ വരുന്ന ഈ ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള നല്ല വണ്ടിക്കാണെങ്കിലും ഏകദേശം 25 മുതൽ 35 ലക്ഷം രൂപേൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ഏകദേശം 1.5 കോടി കൊടുത്തൊരു ലാൻഡ് ക്രൂയിസർ പ്രാഡോ എടുത്ത് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഒരു 30 ലക്ഷം, 35 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷം രൂപ ഒക്കെ ഉണ്ടെങ്കിലും അവർക്കും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ എടുക്കാനും ഉപയോഗിക്കാനും ഇത്ര ദൂരം ഓടിക്കാനൊക്കെ പറ്റും. ഇപ്പൊ ഈ ഒരു പ്രൈസിൽ പുതിയ സെഗ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ ഏത് വണ്ടിയാണ് കിട്ടാന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതുകൊണ്ട് ഇത്തരം യാത്രകളിലൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒട്ടനവധി ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിലുണ്ട്. പിന്നെ വണ്ടി ഓടിക്കാണ്ടല്ലോ അടിപൊളിയാണ്. അതായത് നമുക്ക് ആസ്വദിച്ച് ഓടിച്ചു പോവാം. അതായത് ഇത് 4 സിലിണ്ടർ വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. പിന്നെ ഹൈവേയിൽ കയറിയാണ്ടല്ലോ വണ്ടി അറിയില്ല. ഇപ്പം ഏകദേശം 90-100 സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. യാതൊരുവിധ ജെർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് ഓടിച്ചു പോകാൻ പറ്റും. ഈ വണ്ടി 120 150 160 കയറി കഴിഞ്ഞാലും വണ്ടിക്കൊരു അനക്കമല്ല, ഒരു കുലുക്കമല്ല അറിയില്ലേ എന്ന പോലെ അടിപൊളിയായിട്ട് ഓടിച്ചു പോകാൻ പറ്റും. പിന്നെ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻ്റ് ആണ്, വണ്ടി കയ്യിൽ നിന്ന് പോകില്ലാന്നും എങ്ങനെ ഈ വണ്ടിയായിട്ട് പോകാനും ഒക്കെ നമുക്ക് കോൺഫിഡൻ്റാണ്. പിന്നെ ഞാൻ പോന്നപ്പോൾ എന്ത് ചെയ്തു, 4 ടയർ പുതിയത് ഇട്ടു. ബ്രിഡ്ജസ്റ്റോണിൻ്റെ 4 ടയർ ഏകദേശം പുതിയത് ഇട്ടു. അത് ബ്രിഡ്ജസ്റ്റോൺ പറയുമ്പോൾ എൻ്റെ ടയറിന് ഇടാൻ കാരണം എന്താ വെച്ചാൽ ഓൾ ഇന്ത്യ വാറണ്ടി ഉണ്ട്. വേറെ ബ്രാൻഡുകൾക്കും അതേപോലെ വാറണ്ടി കിട്ടുന്ന ബ്രാൻഡുകളുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യ നമുക്ക് എവിടുന്നെങ്കിലും ഈ ടയർ പൊട്ടിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ ബ്രിഡ്ജസ്റ്റോണിൻ്റെ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ടയർ മാറ്റിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു അനുഭവം. ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നപ്പോൾ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. കുറേ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും ഈ ചങ്ങായിക്ക് എന്താ പ്രാന്താണോ ഒറ്റയ്ക്ക് ഇത്രയും ദൂരെ യാത്ര ചെയ്ത് പോകാൻ. സംഭവം ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കാരണം എനിക്ക് സുഹൃത്തുക്കളുണ്ട്, ഇപ്പോൾ എനി ടൈം പോരാനുള്ള സുഹൃത്തുക്കളുണ്ട്. പിന്നെ എൻ്റെ അനിയന്മാരുണ്ട്, ഇനിയിപ്പോൾ സ്ഥാപനത്തിലാണെങ്കിലും സ്റ്റാഫുകളുണ്ട്, എൻ്റെ മീഡിയ ടീം കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഇതൊക്കെ വിട്ട് നമ്മൾ ഒറ്റയ്ക്ക് പോരുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻറ്റ് ഉണ്ട്. അതിലുപരി എൻ്റെ മനസ്സുകൊണ്ട് ഒരുപാട് കാലത്തെ ഒരു പേടിയാണ്, ഇത്രയും ലോങ് ഒറ്റയ്ക്ക് പോകാൻ കഴിയുമോ, മടുക്കൂലേ അല്ലെങ്കിൽ നമുക്ക് ചടക്കൂലേ എന്നുള്ളതൊക്കെ. ഇനിയൊരു അനുഭവം പാട് എനിക്കുണ്ടായി. അതായത് കുറച്ച് മുന്നേ എൻ്റെ അഭിപ്രായത്തിൽ 2-2.5 വർഷം മുന്നേ ഞാനും ഫാമിലിയും കൂടെ, ഞാനും വൈഫും പിന്നെ മോനും സക്കിമോനും കൂടെ തിരുവനന്തപുരം പോയി. അങ്ങനെ തിരുവനന്തപുരം പോകുമ്പോൾ ഞാൻ ആ വണ്ടി ഓടിച്ചു പോകണം, അവർക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയില്ല. അങ്ങനെ ഓടിച്ചു പോകും. ഇപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം വൈകുന്നേരമായി തിരുവനന്തപുരത്ത് എത്താൻ. അങ്ങനെ തിരുവനന്തപുരത്ത് എത്തുന്ന ടൈമിൽ ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് തലചുറ്റലുണ്ടാണ്. അങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കണ എനിക്ക് തലചുറ്റലുണ്ടായി. അതിൽ ഞാൻ ആകെ പേടിക്കാന്ന് പറഞ്ഞാൽ വണ്ടിയിൽ വൈഫും കുട്ടിയുണ്ട്, ഞാനാണ് ഡ്രൈവ് ചെയ്യണത്. എനിക്ക് തലചുറ്റലും പാടുണ്ടായപ്പോൾ ഇതെന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ആകെ പേടിച്ച്. അങ്ങനെ ഞാൻ വണ്ടി അവിടെ തന്നെ പാർക്കിംഗ് കയറിക്കിട്ട് ഞാൻ നടു റോട്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്ത്, പിന്നെ ഇത് തലചുറ്റലുണ്ടായ എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്കറിയാം.
അപ്പോൾ റോട്ടിൽ ചെരുപ്പ് ഷൂ ഊരിയിട്ട് റോട്ടിൽ നമ്മൾ റോട്ടിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് റോട്ടിൽ കാലൊക്കെ ഒരതി കുറേ നേരം ഇരിക്കും എണീക്കുകയൊക്കെ ചെയ്ത് ഒന്ന് വാമപ്പൊക്കെ ചെയ്ത് വീണ്ടും ഞാൻ വണ്ടി കയറിയിട്ട് എന്ത് ചെയ്ത് നേരെ ഗോകുലത്തിൻ്റെ ഒരു ഹോട്ടലുണ്ട് അവിടെ ബീച്ചിൻ്റെ സൈഡിൽ. അങ്ങനെ ഗോകുലത്തിൻ്റെ ആ ഹോട്ടലിൽ പോയി അവിടെ റൂം എടുത്ത് വൈഫിനെയും മോനെയും റൂമിലാക്കി ഗോകുലത്തിൻ്റെ റിസപ്ഷനിൽ വിളിച്ച് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് അവരെ വണ്ടിയിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഫുള്ള് ചെക്ക് ചെയ്തു. അപ്പോൾ സംഭവം നോക്കുമ്പോൾ പ്രഷർ കമ്മിയായതാണ്. അപ്പോൾ ഒരേ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്തതും ഫുഡിൻ്റെ എന്താ ഞാൻ ആലപ്പുഴ നിർത്തിയിട്ട് താറാവ് പിന്നെ അതേപോലത്തെ ഫിഷ് കാര്യങ്ങളൊക്കെ പാടെ കൂട്ടി ഭക്ഷണം കഴിച്ചതും ഒക്കെ കൂടെ ആയിട്ട് പ്രഷർ കമ്മിയായതാണ്. അതായിരുന്നു സംഭവം. പക്ഷെ അതിന് ശേഷം എനിക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം ഒരു സംഭവം ഒരു ഇൻസിഡൻറ്റ് നമുക്ക് ഉണ്ടായപ്പോൾ അത് മനസ്സ് കടന്ന് അലട്ടാണ്. ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇനി തല ചുറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടി എപ്പോഴും മനസ്സിലുണ്ട്. എങ്കിൽ ഞാൻ പിന്നെ നാട്ടിൽ നിന്ന് എറണാകുളത്തേക്കൊക്കെ 1-2 പ്രാവശ്യം ഒറ്റയ്ക്ക് പോയിട്ടുണ്ട് എന്നല്ലാതെ അതും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോരാ ഞാൻ ആളെ കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ നിന്ന് പോകണം. ഏതായാലും ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. ഏകദേശം 710 കിലോമീറ്റർ ആയിപ്പോൾ ഒറ്റയ്ക്ക് തനിച്ച് ഡ്രൈവ് ചെയ്ത് പോയിരുന്നു. ദൈവത്തിന് നന്ദി. കാരണം ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് എത്താൻ പറ്റി. യാത്രയിലും കുഴപ്പമില്ല, നമുക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. അപ്പോൾ വല്ലാത്തൊരു കോൺഫിഡൻ്റ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തിനാ വെച്ചാൽ ഇപ്പോൾ നമുക്കൊക്കെ ഈ ഡ്രൈവിങ് എന്നല്ല പല കാര്യത്തിലും നമ്മളെ പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ ചെയ്ത് നോക്കുക. ചെയ്ത് അത് നമുക്ക് ക്ലിയർ ആവും. അങ്ങനെ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻറ്റ് അത് വേറെ ലെവലാണ്. ഇപ്പം ഞാനിങ്ങനെ പോന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇതിന് എത്ര ദൂരം ഒറ്റയ്ക്ക് നിന്നാ പോയാണ്ട് തെളിയിക്കണ്, ഒരു 4 വട്ടം കൊച്ചിക്ക് പോയി എന്നാണ്ട് തെളിയിച്ചാൽ പോരെ. ആ കൊച്ചി പോയി എന്നാലും എൻ്റെ ആ പേടി പോവില്ല. കാരണം ഇത് കൊച്ചി കാരണം ഒരു 3 മണിക്കൂറുള്ളൂ 4 മണിക്കൂറുള്ളൂ എന്നുള്ള ചിന്ത മനസ്സിലുണ്ടാവും. ഒറ്റയെടുക്കൽ നേരെ ഡൽഹി പോയാൽ ഡൽഹി പോയിട്ട് നേരെ റിട്ടേൺ നാട്ടിലേക്ക് വന്നാൽ 5000 കിലോമീറ്ററാണ് ഞാൻ ഡ്രൈവ് ചെയ്യണത്. അത് സക്സസ് ആയിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഡ്രൈവ് പിന്നെ നമ്മൾ ചിന്തിക്കണില്ല. പിന്നെ നമ്മളെ മനസ്സതിന് വില്ലിങ് ആയി. പിന്നെ ഈ യാത്രൻ്റെ മുന്നിൽ കൊച്ചി ആയിക്കോട്ടെ, തിരുവനന്തപുരം ആയിക്കോട്ടെ, ഇനി ചെന്നൈ ആയിക്കോട്ടെ, തമിഴ്നാട് ആയിക്കോട്ടെ, കർണാടക ആയിക്കോട്ടെ, ബാംഗ്ലൂർ ആയിക്കോട്ടെ, മൈസൂർ ആയിക്കോട്ടെ, ഈ യാത്രകളൊക്കെ എന്തായി ഈ യാത്രേൻ്റെ മുന്നിൽ ചെറുതായി. അപ്പോൾ നമുക്ക് അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളുള്ള ചെറിയ ചെറിയ യാത്രകളൊക്കെ നമുക്ക് വല്ലാത്ത കോൺഫിഡൻറ്റ് കിട്ടും. ഈ കാര്യത്തിൽ മാത്രമല്ല ഏത് കാര്യത്തിലും, നമ്മൾ ബിസിനസ്സിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും. പിന്നെ ഇപ്പം ഈ പോരിൽ ഈ ഒരു സമയം തന്നെ ചൂസ് ചെയ്യാണ്ടായ കാരണം ഞാൻ പറഞ്ഞുതരാം. വലിയൊരു അപ്ഡേഷനുകളോട് പറയാണ്ട്, സംഭവങ്ങളോട് പങ്കുവെക്കാണ്ട്, അത് ഔദ്യോഗികമായിട്ട് പങ്കുവെക്കാം, ഈ വീഡിയോയിൽ പറയുന്നില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു അപ്ഡേഷൻ്റെ ബാക്കിൽ ഭയങ്കര തിരക്കിലായിരുന്നു. ഇപ്പോൾ 2 മാസമായിട്ട് ഞാൻ അതിൻ്റെ ബാക്കിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ വൃത്തിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് ഒരു 10 ദിവസത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ തയ്യാറാക്കി. നമ്മുടെ ഷോറൂമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അവിടുത്തെ ഇടപാടുകൾ, അവിടുത്തെ എല്ലാ സംഭവങ്ങളും അവിടെ റെഡിയാക്കി, ഫാമിലിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി എല്ലാ ഭാഗവും സെറ്റ് ചെയ്തിട്ടാണ് പോരുന്നത്. പോരുമ്പോൾ പിന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാവരുത്. ഇന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാനും പറ്റും. ഇപ്പം ഏകദേശം അതായത് ദൈവം നമുക്കൊരു അനുഗ്രഹം തന്നുകൊണ്ട് ഇത്രയും യാത്രയിലൊക്കെ നമുക്ക് വേണ്ട എല്ലാ സൗകര്യവും നമ്മൾ എത്തുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഫോണിൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പുറത്തെ ഒരു ഫോണിൽ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്, ഇവിടെ എൻ്റെ ഒരു ഫോണിൽ പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. എനി ടൈം അനിയന്മാർക്കോ എൻ്റെ സ്റ്റാഫിനോ ഫാമിലിക്കോ എൻ്റെ സുഹൃത്തുക്കൾക്കോ ആർക്ക് വിളിച്ചാലും എന്നെ കോള് കളക്ട് ചെയ്താൽ എനിക്ക് ഫോണിൽ സംസാരിക്കാൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്താലും നമ്മളെ കാര്യങ്ങൾക്ക് തടസ്സങ്ങളില്ല. എനിക്ക് പിന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ ഫോണിൽ ഓപ്പറേറ്റ് ചെയ്താൽ ഒരു 10 ദിവസത്തെ കേസൊക്കെ എനിക്ക് ഫോണിലുണ്ടെങ്കിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കും. കാരണം ആ രീതിയിലാണ് ഒരു സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു ടീമും നമുക്കുണ്ട്. അതുകൊണ്ടൊരു കോൺഫിഡൻറ്റ് ഉണ്ട് ഒറ്റയ്ക്ക് പോകാൻ. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഉണ്ട്. പിന്നെ ഒരു ഫോണിൽ ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ബാക്ക് ക്യാമറ ആയിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ഫോണുണ്ട്. പിന്നെ നമ്മുടെ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വിധ സൗകര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ വേണ്ട ആവശ്യങ്ങൾക്കും നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും നമുക്ക് അവരെ ഫോണിൽ ബന്ധപ്പെടാനും ഇപ്പോൾ കോൾ ചെയ്യാനും അത് ചെയ്താലും ഡ്രൈവിങ്ങിന് തടസ്സമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധ ഡ്രൈവിങ് തന്നെയാണ്. നേരെ ഫ്രണ്ടിൽ നേരെ ഹൈവേ ആണ്. ഇനി ഏകദേശം 117 കിലോമീറ്റർ, ഇപ്പോൾ ഏകദേശം ഈ ഹൈവേയിൽ കയറിയിട്ട് 250 കിലോമീറ്ററായി. ഇനിയും 117 കിലോമീറ്റർ സ്ട്രൈറ്റാണ്. നേരെ വളവോ തിരിവോ ലെഫ്റ്റോ റൈറ്റോ ഒന്നും പോവാല്ല,
ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ചില പ്രാന്തന്മാരുണ്ട് ഓപ്പോസിറ്റ് ഓടി വരും. ബൈക്കുകാരും അതേമാതിരി ഈ ട്രാക്ടർ വണ്ടിയൊക്കെ കാണാം, വൺ വേ പോണ റോഡിൽ തന്നെ ഓപ്പോസിറ്റ് വരും. അത് മാത്രം നോക്കിയാൽ മതി. പിന്നെ നേരെ വലിയ തിരക്കിലെ റോഡൊന്നുമല്ല, സുഖമായിട്ട് നമുക്ക് ഓടിച്ചു പോകാൻ പറ്റും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെച്ചതാണ്. അപ്പോൾ ഇനി അടുത്ത യാത്ര കരുതുന്നത് ഇത്രയും സൗകര്യത്തോടെയും പോരരുത്. ഇതിപ്പോ ഈ ഇത്രയും സൗകര്യം ഞാൻ ഉണ്ടാക്കാൻ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒറ്റയ്ക്ക് യാത്ര പോകുന്നത്. അപ്പൊ ഇതിൽ എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. അതേപോലെ യാത്രയിൽ ഇതേപോലെ ലോങ് യാത്രയിൽ നമ്മൾ വണ്ടിയിൽ കരുതേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ക്ഷീണമൊന്നുമില്ല. ഇനി അടുത്ത യാത്ര കരുതുന്നത് ഇത്തരം സൗകര്യങ്ങളൊന്നും ഇല്ലാതെ യാത്ര ചെയ്യണം. ഇപ്പൊ നമ്മളൊക്കെ കാണലുണ്ട് ചില ആളുകൾ നടന്നു പോണ്, സൈക്കിളിൽ പോണ്, സ്കൂട്ടിയിൽ പോണ്, ഓട്ടോറിക്ഷയിൽ പോണ്. അതേപോലെ ഈ ലോറി ഡ്രൈവർമാരൊക്കെ സമ്മതിക്കണം. കാരണം ഇപ്പൊ ഞാനിപ്പോ ഈ കാർ കൊണ്ട് ഓട്ടിപ്പോരുമ്പോ വലിയ ബുദ്ധിമുട്ടും ഓടിക്കാനുള്ള സംഭവമൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവര് ഇപ്പൊ നമുക്ക് അന്ന് ആ കണ്ടെയ്നർ റേറ്റ് ഒക്കെ വന്ന ഡ്രൈവർ ഡൽഹിയിൽ നിന്ന് ഇവരൊറ്റക്കാണ് ഇത്രയും വലിയ വണ്ടി ഓടിച്ചാണ്ട് ഡ്രൈവർമാർ വരുന്നത്. ഇപ്പൊ ഈ റോഡിലൊക്കെ ഫുള്ള് കാണുന്നത് ലോറിക്കാരാണ്, ഒരുപാട് ലോറിക്കാരാണ്. ഇവരാണ് ഈ റോഡിൽ ഹൈവേയിൽ ഉള്ളത്. കാരണം ലോങ്, അതായത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നമ്മളെ പച്ചക്കറി ആയിക്കോട്ടെ, നമുക്ക് നിത്യോപയോഗ സാധനങ്ങളായിക്കോട്ടെ, ഇതൊക്കെ എത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് എന്തുണ്ട്, ലോറി ഡ്രൈവർമാർക്കുണ്ട്. അതായത് പെട്രോള്, ഡീസല് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരൊക്കെ സമ്മതിക്കാൻ കേട്ടോ. അപ്പോൾ ഈ റോഡിലൊക്കെ ലോറി ഡ്രൈവർമാരെ നമ്മൾ അധികം കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ യാത്ര ചെയ്യണത് എങ്ങനെയാണ്? അവർക്ക് ചിലപ്പോൾ AC ക്യാബിനൊക്കെ അല്ലേ ലോറികളുണ്ട്, അത് പുതിയ പുതിയ വാഹനങ്ങളിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ 70% വാഹനത്തിലും AC കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അവരൊക്കെ അങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് അങ്ങനെ യാത്ര ചെയ്യാനൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതിന് അംബാസഡറായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അംബാസഡർ അവിടെ എല്ലാ പരിപാടിയും ചെയ്ത് നമ്മൾ തന്നെ ഉള്ളൊരു അംബാസഡറാണ്. അതും 1972 മോഡല്. അപ്പൊ അതുകൊണ്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ വിന്റേജ് വാഹനങ്ങൾ കൊണ്ടും യാത്ര ചെയ്യാൻ പറ്റുമെന്നൊന്ന് നമുക്ക് തെളിയിക്കണം. യൂസ്ഡ് കാറുകൾ എടുത്ത് ഉപയോഗിക്കുന്ന ആളുകൾക്കും നല്ല രീതിയിൽ നല്ല വണ്ടി എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ വണ്ടി ഓടിക്കാനും ഉപയോഗിക്കാനൊക്കെ പറ്റുമെന്ന് അത് നമുക്ക് തെളിയിക്കണം. പിന്നെ ഇത്ര യാത്രകളൊക്കെ പോകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കുക, അതേപോലെ നമ്മളെ സ്ഥാപനത്തിനെ പ്രൊമോട്ട് ചെയ്യുക, ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ടൈം വേസ്റ്റായി പോണില്ല. എന്നെ സംബന്ധിച്ച് നമുക്കൊരു യൂട്യൂബ് ചാനലും ചെറിയ പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടായതുകൊണ്ട് ഇതൊക്കെ വ്ളോഗാക്കി എടുക്കാം. ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നു, നമ്മളെ പിന്നെ യാത്രകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതിലൂടെ പിന്നെ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന് നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താം. സഫാരി കാർസ് ഇതുവരെ അറിയാത്ത ആളുകൾക്ക് സഫാരി കാർസ് എന്ന സ്ഥാപനം നമുക്കുണ്ട്. അവിടെ എല്ലാവിധ യൂസ്ഡ് സെഗ്മെന്റിലുള്ള വാഹനങ്ങളും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. പ്രീമിയം കാറുകളുണ്ട്, അതേപോലെ വിന്റേജ് വാഹനങ്ങളുണ്ട്, ചെറിയ വിലന്റെ കാറുകളുണ്ട്. അതേപോലെ ഏകദേശം 1 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയുള്ള വാഹനങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഷോറൂമിൽ. ഇതൊക്കെ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഇതൊക്കെ ഒരു അഡ്വർടൈസ്മെന്റും പ്രൊമോഷനൊക്കെ തന്നെയാണല്ലോ. അപ്പൊ എന്തുകൊണ്ടും നമ്മളെ സമയം നമ്മൾ വേസ്റ്റ് ആക്കി, അല്ലെങ്കിൽ ഇത്രയും യാത്രകളൊക്കെ പോയി കുറെ ആൾക്കാർ കരുതും ഇവനിത് വെറുതെ സമയം കളയുന്നത്, അല്ലെങ്കിൽ ഇവന് ഭ്രാന്താണ്, അങ്ങനെ പറഞ്ഞോലും ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ ഇതൊന്നല്ല, ഇതിനൊക്കെ യഥാർത്ഥ ലക്ഷ്യങ്ങളുണ്ട്. ഞാനൊന്നും വെറുതെ ചെയ്യലില്ല. എല്ലാ കാര്യവും ഒരുപാട് ചിന്തിച്ച് മനസ്സിലാക്കി നമുക്ക് ഉപയോഗപ്പെടണം, നമ്മളെ കാണുന്നവർക്ക് ഉപയോഗപ്പെടണം, നമ്മളെ ചുറ്റുമുള്ളവർക്ക് ഉപയോഗപ്പെടണം, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലേ നമ്മൾ പെട്ടെന്ന് എടുത്തിയാടി ചെയ്യാറുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്ളോഗ് ബോറടിക്കണ പോലൊക്കെ സ്കിപ്പ് ചെയ്യട്ടോ. ഇഷ്ടപ്പെടുന്ന പോലൊക്കെ വീഡിയോ കാണി, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. ഇഷ്ടപ്പെടുന്ന പോലൊക്കെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കും. തീർച്ചയായിട്ടും ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും, വേണ്ടാന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. കാരണം ഞാനൊരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. നമ്മളെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂട്യൂബിൽ വന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ വ്ളോഗുകളും വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇത് നമ്മളൊരു പാഷനായി മാറി. ഇത് നമുക്കൊരു രസം കുടുങ്ങി, ഒരു ഹരം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ലഹരി എന്നൊക്കെ പറയില്ലേ. വീഡിയോ എടുക്കുക, നല്ല വീഡിയോസ് എടുക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക, അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. അത് വീഡിയോ കണ്ടിട്ട് ആളുകൾ നല്ലൊരു അഭിപ്രായം പങ്കുവെക്കുമ്പോൾ അപ്പോൾ കിട്ടുന്നൊരു സംഭവമുണ്ട്, ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ്. അതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വ്ളോഗ് ചെയ്യുന്നത്. പിന്നെ വേറെ കാര്യം ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കലുണ്ട് നമ്മളെ വീഡിയോസിലാണെങ്കിലും. ഇതുവരെ ഇല്ല, കാരണം ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പങ്കുവെക്കലില്ല. അതായത് ഒരു ഇൻഫ്ലുവൻസർ, ഒരു ചെറിയൊരു ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു പേരിൽ നമ്മൾ അറിയപ്പെടുമ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് മറ്റൊരാൾ ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ
അവർക്ക് ബാഡ് ഇൻഫ്ലുവൻസ് നമ്മൾ ഷെയർ ചെയ്യരുത്, നല്ല കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാം. അതിന് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ 4 ക്വയറ്റുകൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലഹരി ഉപയോഗിക്കുന്നവരൊക്കെ അതിൽ നിന്ന് എന്തായാലും വിട്ടുമാറണം. കാരണം എനിക്കൊരുപാട് അനുഭവമുള്ള ഒരാളാണ്, പല കാര്യത്തിലും പല ചുറ്റുപാട്ടിലും. അതൊന്നും ഞാൻ വിശദീകരിക്കണില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ലഹരി വിമുക്തമാവണം. ലഹരി ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ ഫാമിലി, സുഹൃത്തുക്കൾ, നാട്ടുകാർ, വീട്ടുകാർ, കുടുംബങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിൻ്റെ പുറകിലുണ്ട്. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇപ്പോൾ ചാനലിലൂടെ നമ്മുടെ നാട്ടിലും, ചാനലൊന്നും ഇപ്പോൾ ആവശ്യം ഉണ്ടാവില്ല, എല്ലാവർക്കും പേഴ്സണലി തന്നെ അനുഭവം ഉണ്ടാവും. ഇപ്പോൾ ഈ പറയുന്ന എനിക്കാണെങ്കിലും ഈ കാണുന്ന വീഡിയോ കാണുന്ന നിങ്ങൾക്കാണെങ്കിലൊക്കെ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുഭാഗം ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊക്കെ ഇത് അനുഭവം ഉണ്ടാവും. നമ്മളൊക്കെ പേടിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് കഴിഞ്ഞു പോകുന്നത്. കാരണം ഇതിൽ അടിമപ്പെടാൻ പെട്ടെന്നുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ കുടുംബത്തിൽ കുട്ടികളും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ അനിയന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ജീവിക്കുന്നത് നമ്മൾ ഈ സമൂഹത്തിൽ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ലാതെന്ന് അറിയാം. എന്നാലും നമ്മൾ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരാൾക്ക് ചെറിയ രീതിയിൽ എങ്ങനെയെങ്കിലും ഈ ഒരു ഡ്രഗ്സിനെതിരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാവും. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളത് ആദ്യം എഴുതിയത്. പിന്നെ നമ്മളെ നെഗറ്റീവ് ചിന്താഗതികളൊക്കെ മാറ്റുക. നെഗറ്റീവ് ചിന്തകൾ നമ്മളെ ക്രിയേറ്റിവിറ്റിയെ കൊല്ലും എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളെന്താ പറഞ്ഞത്, പഴയ വാഹനങ്ങളെ സംരക്ഷിക്കുക. പിന്നെ വേറെന്താ പറഞ്ഞത്, അതൊക്കെ തന്നെയാണ് നമ്മളെ ക്വയറ്റ് ഈ യാത്രയിലെ സന്ദേശം. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഫോണുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ പ്രൊസീഡ് എനിക്ക് സംസാരിക്കാം. നമ്മൾ യാത്രയിൽ ഇതേപോലെ ഫോണ് ചെവിയിൽ വെച്ച് വിളിക്കാൻ പറ്റൂല. ഒന്ന് പിന്നെ ക്യാമറ ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് അപകട സാധ്യത വളരെ കൂടുതലാണ്. ഫൈന് വന്നാൽ നമുക്ക് ഫൈൻ അടച്ചാൽ മതി, പക്ഷെ ജീവൻ പോയി കഴിഞ്ഞാൽ നമുക്കത് നടക്കൂല. അപ്പോൾ തീർച്ചയായിട്ടും കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ ചെറിയ ചെറിയ സന്ദേശം ഇതൊക്കെ ഉപദേശിക്കുമ്പോഴേ ഞാൻ വലിയ തങ്ങൾപ്പാപ്പയാണെന്ന് കരുതരുത്. നമ്മൾക്കും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ വലിയ പേടിയാണ്. നാളെ മറ്റന്നാൾ നമ്മളിത് ചിലപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാതെ ഡ്രൈവ് ചെയ്യണതോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് കാണുമ്പോഴേക്കാരം അടുത്ത ആൾക്കാർ പറയാം, ഇജന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് വ്ളോഗ് ആയതുകൊണ്ടാട്ടോ അതൊക്കെ പറയണത്. അപ്പോൾ ഞാൻ എന്നോടും പാടെയാണ് പറയണത്. ഞാൻ ഇങ്ങോട്ട് പറയുമ്പോൾ ഇന്നോടും പാടെയാണ് ഞാൻ പറയണത്. ഞാനും ഇതൊക്കെ ശ്രദ്ധിക്കുക, ഡ്രൈവ് ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാനത് ചെയ്യൽ നിർബന്ധിതനായി. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ 4 ആളെ കണ്ട പിന്നെ അവരെ മുന്നിലെങ്കിലും ഞാനത് ക്ലിയർ ആയിട്ട് ജീവിക്കൽ നിർബന്ധമായി. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എനിക്കും പാടെ ലോക്കിടുന്ന പരിപാടിയാണ്. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം, സന്തോഷം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട, ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. കമൻറ്റ് ബോക്സിൽ നിങ്ങളെ സപ്പോർട്ടിനനുസരിച്ചിരിക്കും അടുത്ത വീഡിയോസ്. കാരണം നല്ല ബുദ്ധിമുട്ടിയെടുത്ത വീഡിയോസാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്